ജയ്ഹിന്ദ് ടിവിയുടെ ഗൾഫ് മിഡിൽ ഈസ്റ്റ് മേഖല എന്നുള്ള സമ്പൂർണ്ണ വാർത്താധിഷ്ഠിത വാരാന്ത്യ പരിപാടിയായ മിഡിൽ ഈസ്റ്റ് ദിസ് വീക്കിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗൾഫ് മേഖലയിലെ സംഘർഷം കൂടിയും കുറഞ്ഞ് മുന്നോട്ടു പോവുകയാണ്. യുദ്ധം നിർത്തിയെന്ന് പറഞ്ഞും വീണ്ടും തുടങ്ങിയെന്ന് പറഞ്ഞും ഒരു മാസം ഇപ്പോൾ തികയാൻ പോവുകയാണ്. ലക്ഷക്കണക്കിന് പ്രവാസി മലയാളികളാണ് ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നത്. അവരെക്കാൾ കൂടുതലാണ് ഇവരുടെ കുടുംബാംഗങ്ങൾ നാട്ടിൽ ഇവരെ ആശ്രയിച്ച് കഴിയുന്നത്. ഇവിടെയാണ് ഈ അധ്യായം ഏറെ പ്രസക്തമാകുന്നത്. ഈ സംഘർഷം, ഈ ആശങ്കകൾ ഗൾഫ് മേഖലയിലെ പ്രവാസികളെ ബാധിക്കുമോ എന്ന ചോദ്യത്തിന് ഇവർ തന്നെ മറുപടി പറയുന്ന പ്രത്യേക അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗൾഫിലെ സംഘർഷം ആദ്യം എല്ലാവർക്കും ആശങ്കകൾ ഉയർത്തിയെങ്കിലും പിന്നീട് എല്ലാവർക്കും ആത്മവിശ്വാസം വർദ്ധിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അതിന് പ്രധാന കാരണം ഗൾഫിലെ ഭരണാധികാരികളാണ്. അവർ വിദേശികളെയും സ്വദേശികളെയും ഒരുപോലെ ഒരു കുടുംബം പോലെ ചേർത്ത് പിടിച്ചപ്പോൾ തീർച്ചയായും അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. ഇവിടെ മലയാളികളുടെ വാക്കുകളിലേക്ക്. ഇപ്പോൾ ആക്ച്വലി ഞാനിപ്പോൾ കുറച്ച് ആൾക്കാരുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്തപ്പോൾ അവർ സൂചിപ്പിച്ചത് വാർ ഇപ്പോഴും ഒരു 1 month കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ഹാവ് എൻ എഫക്റ്റ് ഓഫ് ലെറ്റ്സ് സേ 6 months. ഇഫ് ദ വാർ കണ്ടിന്യൂസ് അഗെയിൻ 2 months, then it will have an effect of 1 year. Especially in the sectors of like tourism maybe something like more effect. Tourism industry, real estate industry. Apart from that, other industries, not that logistics industry, but I think logistics industries will overcome very easily because now നമുക്കിപ്പോൾ കൂടുതലും ഇപ്പോൾ ലോജിസ്റ്റിക്സ് നടക്കുന്നില്ല. ബട്ട് സിറ്റുവേഷൻസ് ഒന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഓവർകം ചെയ്യും ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രീസ്. പക്ഷേ ടൂറിസം മറ്റ് സെക്ടറിൽ ഇപ്പോൾ ടൂറിസം ഇൻഡസ്ട്രിയിലായാലും റിയൽ എസ്റ്റേറ്റിലായാലും ഒക്കെ അത് കുറച്ചൊന്ന് സമയമെടുക്കും. അതർ ദാൻ ദാറ്റ് ഇപ്പോൾ ഇൻസൈഡ് ഇപ്പം ഇൻഡസ്ട്രിയിലൊക്കെ ആണെങ്കിലും അതിൻ്റെ എഫക്റ്റ് നമുക്ക് ഇപ്പോഴൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒന്ന് കാത്തിരുന്ന് കാണാൻ ചെയ്യാൻ പറ്റുള്ളൂ. വളരെ അപ്രതീക്ഷിതമായൊരു കാലഘട്ടം. നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. ഇങ്ങനെ ഒരു നാട്ടിൽ വന്നിട്ട് ഇങ്ങനൊരു സിറ്റുവേഷൻ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ പല കോവിഡ് വന്നു, ഇപ്പോൾ ഇങ്ങനൊരിത് വന്നു. വളരെ നെഗറ്റീവിനേക്കാൾ കൂടുതൽ ഞാൻ പോസിറ്റീവായിട്ട് തന്നെ ഇവിടുത്തെ ഒരു ഡിഫൻസ് സിസ്റ്റത്തിനെ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം വേറൊരു രാജ്യത്താണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ സമയം കൊണ്ട് നമ്മൾ ലോക്ക്ഡൗൺ പോലെയുള്ളൊരു സിറ്റുവേഷനിലേക്ക് മൂവ് ഔട്ട് ആവാം. പക്ഷെ ഇപ്പോഴും ഇവിടുത്തെ ജീവിതം ഏകദേശം ഒരു 50% സാധാരണ രീതിയിൽ നമ്മൾക്ക് ജീവിക്കാനും നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്നുണ്ട്. അതിപ്പം സാധനങ്ങൾ വാങ്ങിക്കാനാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലിപ്പോൾ കുട്ടികൾക്ക് സ്കൂളില്ല, അപ്പോൾ അവർ വീട്ടിൽ സേഫായിട്ട് തന്നെ ഉണ്ട്. അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നു നിർബന്ധം വരുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അവരെ നാട്ടിൽ പറഞ്ഞേക്കണം എന്നുള്ളൊരു സാഹചര്യം നമുക്കിവിടെ ഇല്ല. പക്ഷേ നമ്മൾ വലിയ ആൾക്കാർ ചർച്ച ചെയ്യണ കാര്യങ്ങൾ കേട്ടിട്ട് തന്നെ കുട്ടികൾ കൂടുതലും ഈ സൗണ്ടുകൾ, ഇപ്പം നമ്മൾ സൗണ്ട് വരുമ്പോൾ നമ്മൾ പാനിക്കാകുമ്പം അത് ഓട്ടോമാറ്റിക്കലി കുട്ടികളിലും കൂടെ എന്താണ് ആ ശബ്ദം എന്ന് അവർ ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ടി വരുന്നുണ്ട്, ഇതിങ്ങനെ ഒരു ശബ്ദമാണ്, ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം നടക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ ഇത് അവർക്ക് അമ്മേതാ സൗണ്ട് വരുന്നു എന്ന് പറയുമ്പം അവർക്കുണ്ടാവുന്ന ഒരു ട്രോമ എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ആ ഒരു ടെൻഷൻ അത് പിന്നെ അവരെ പുറത്ത് കളിക്കാൻ വിടുമ്പോൾ നമ്മൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് വെക്കുമ്പോഴൊക്കെ ഉണ്ടാവുന്ന ഒരു ഇതുണ്ട്. പക്ഷേ എങ്കിലും ഈ കാലവും കടന്നു പോവും, ഈ പ്രശ്നങ്ങളും സോൾവ് ആവും എന്ന് തന്നെ വിചാരിക്കാം.
ബിസിനസ് പരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ജോലിപരമായിട്ട് ഇപ്പോൾ പല കമ്പനികളിലും അറിയാം, നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സ് ആകുമ്പം കമ്പനിക്ക് ഉണ്ടാവുന്ന എല്ലാ ലാഭനഷ്ടങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾക്കും അതിന് എഫക്റ്റ് ആവേണ്ടി വരാറുണ്ട്. അപ്പം പല കമ്പനികൾ, ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്ക് തന്നെ പല കമ്പനികളിലും അവർ നിർബന്ധിത വെക്കേഷന് പോകാൻ പറയുന്നവരുണ്ട്, സാലറികൾ കുറച്ച് കൊടുക്കും എന്ന് പറയണവരുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി അവരുടെ ബിസിനസ് ഓണേഴ്സിന് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ നികത്താൻ അവർ ഓട്ടോമാറ്റിക്കലി സ്റ്റാഫ്സിന് തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരിക. സാധനങ്ങൾക്ക് വില കൂടുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ പഴയ പോലെ ഈസി അല്ല എന്ന് പറയുന്നു. പക്ഷേ എങ്കിലും ഇതൊക്കെ പെട്ടെന്ന് തന്നെ തീരട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കംപ്ലീറ്റ്ലി ലോക്ക്ഡൗണിലേക്ക് നമ്മൾ പോകുന്നില്ല എന്നുള്ളൊരു ഭാഗ്യം നമുക്കുണ്ട്. ഇന്നും നമുക്ക് കറണ്ട്, വെള്ളം, ഭക്ഷണ സാധനങ്ങൾ മൂവ് ചെയ്യാനുള്ള പെർമിഷൻസ് എല്ലാം ഇപ്പോഴും ഉണ്ട്. അത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. നമ്മുടെ ലൈഫ് അങ്ങ് സ്റ്റോപ്പ് ആയിട്ടില്ല. ഇപ്പോഴും നമുക്ക് വേണമെങ്കിൽ കഷ്ടപ്പെട്ടാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ നാട്ടിൽ പോവാം. അതും നമ്മൾക്ക് ഇപ്പോഴും ലോക്ക്ഡ് അല്ല നമ്മളിവിടെ. അപ്പം അതുകൊണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വി ആർ സ്റ്റിൽ ലക്കി. പക്ഷേ എങ്കിലും ഇതൊരു ഇങ്ങനെ എപ്പോൾ തീരും, ഓരോ അലേർട്ട് വരുമ്പോഴും ഇന്നെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളൊരു ഒരു കോഷ്യസ് മൊമെൻ്റ് എപ്പോഴും ഉണ്ട്. ഒരു ഫ്ലൈറ്റ് ജെറ്റ് പോകുമ്പം പോലും ഈശ്വര ഇതിൻ്റെ മുകളിലാണോ വരുന്നത് എന്നുള്ളൊരു നമ്മൾക്കായിട്ടൊന്നും ഇവിടെ ചെയ്യാനില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. കോവിഡൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ പറയാം, നിങ്ങൾ പുറത്ത് പോകാതെ അല്ലെ മാസ്ക് ഇടൂ, നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിരോധ മാർഗം നമുക്ക് ഉണ്ടായിരുന്നു. ഇവിടെ നമുക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു ബേസിക്കലി ഒരു ആർട്ടിസ്റ്റാണ് എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഞങ്ങൾ ദുബായ്, അബുദാബി അങ്ങനെ പല സ്ഥലങ്ങളിൽ ആർട്ട് വർക്കൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഔട്ട്സൈഡ് വർക്കാണ് ചെയ്യുക അബുദാബിയിൽ. അപ്പോൾ അത് ശരിക്കും പുറത്തുനിന്ന് ഇങ്ങനെ കാണാൻ പറ്റി ഞങ്ങൾക്ക് പലതവണ. ഇങ്ങനെ മേലെ നിന്ന് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അലർട്ട് വരുന്നു, ഇതിങ്ങനെ മേലെ കൂടെ ഇങ്ങനെ വന്ന് വീഴുന്നു. അതെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. ആദ്യത്തെ സമയങ്ങളിലൊക്കെ ഭയങ്കര പാനിക്കായി ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടു. പിന്നെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ താഴേക്ക് വരാത്തതുകൊണ്ട് ഒരു ഹരമായി മാറി. ശരിക്കും പറഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. ഈ രാജ്യത്ത് നമ്മൾ സേഫായിട്ട് നിൽക്കുന്നതാണ്, എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു രാജ്യമാണ്. ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ കഷ്ടവും ആണ്. എല്ലാവർക്കും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ലോകം മൊത്തം എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഫുഡിനാണെങ്കിലും എല്ലാത്തിൻ്റെയും കാര്യത്തിലാണെങ്കിലും. പക്ഷേ ഇതിനെല്ലാം നമ്മൾ ഓവർകം ചെയ്യുന്നുള്ളത് ഒരു പരമ യാഥാർത്ഥ്യമാണ്. ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴി ഉണ്ട് എന്ന് പറഞ്ഞ പോലെ അതെന്തായാലും മാറി വരും. അപ്പോൾ നാളെ നല്ല പ്രതീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നമ്മൾ വളരെ ഒരു പാനിക്കാവേണ്ട സംഭവങ്ങളൊന്നുമില്ല. കാരണം നമ്മളെ ഇടയ്ക്കും വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു ഒച്ചകൾ കേൾക്കാം. അതിൻ്റെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന അലേർട്ട്സ് ആദ്യം വരും. കൃത്യമായിട്ട് ഗവൺമെൻറ് ഇടപെടുന്നുണ്ട്. നമുക്കൊരു ടെൻഷൻ ഫീൽ നമ്മുടെ ലൈഫിൽ ഇത് കയറി വന്നിട്ടില്ല ഇതുവരെയായിട്ടും. അതാണ് ഇതിൽ പോയിൻ്റ്. വി ആർ നോട്ട് ഫേസിങ് ഇറ്റ്. പക്ഷേ വി ക്യാൻ ഹിയർ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നത് കേൾക്കാം എന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ. ഒരു സാധാരണ ഒരു പ്രവാസിയെ ബാധിച്ച് തുടങ്ങിയിട്ടൊന്നുമില്ല. യുദ്ധമുഖമാണെന്ന് നമുക്ക് വായിച്ചു കേൾക്കുന്നു, വാർത്തകൾ കേൾക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു ഫീല് സാധാരണക്കാരുടെ ഇടയിൽ വന്നിട്ടില്ല. നിർഭാഗ്യവശാൽ ചിലവർക്കൊക്കെ അപകടങ്ങൾ പറ്റിയിട്ടുണ്ട്. നാട്ടിലുള്ള ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു ബേജാറുണ്ടാവുമല്ലോ. പക്ഷെ നമ്മളിവിടെ ഇത് ഫേസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഗവൺമെൻറ് നമുക്ക് ആ ഒരു ഫീല് തരുന്നില്ല. ഇവിടെ എല്ലാം മാർക്കറ്റ്സ് നോർമലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈദുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഷോപ്പുകളും എല്ലാതും ഫുൾ ഓഫ് ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആസ് ഓഫ് നൗ ദൈവം സഹായിച്ച ഒരു പ്രശ്നങ്ങളും ഇല്ല. നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ഇതുവരെയും ഫീൽ ചെയ്തിട്ടില്ല. ഇതിൽ ഇടയ്ക്ക് വരുന്ന ഈ അലാം, ഈ സെക്യൂരിറ്റി അലാമാണ് നമ്മളെ ഇതിനെപ്പറ്റി ഒരു യുദ്ധമുഖത്താണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ളൊരു ഫീല് തരുന്നത്. അതല്ലാതെ നോക്കിയാൽ സാധാരണ ലൈഫ് സാധാരണ പോലെ പോകുന്നു. പിന്നെ കുട്ടികളുടെ ക്ലാസ്സുകൾ ഓൺലൈൻ ആയതുകൊണ്ട് കുട്ടികൾ വീട്ടിലിരിക്കുന്നു. ഒരു മോസ്റ്റ്ലി അമ്മമാർക്കുള്ള ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇവരെ ഓൺലൈൻ ക്ലാസ് റൂം മാനേജ് ചെയ്യാന്നുള്ളൊരു ക്രൈസിസ് ഉണ്ട്. അത്
2 കുട്ടികൾ പഠിക്കുന്നു, പിന്നെ വർക്ക് ഫ്രം ഹോമും കൊടുത്തിട്ടുള്ളതുകൊണ്ട് അമ്മമാർക്കും ചില വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും വീട്ടിലിരിക്കുമ്പോൾ ഇവർക്ക് പല രീതിയിൽ ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോഴത്തെ ഒരു. പക്ഷേ പാൻഡമിക്കിൻ്റെ ഒരു എഫക്റ്റ് ഉള്ളതുകൊണ്ട് അതും ഒരു നിയർ നോർമൽ സിറ്റുവേഷനായി തന്നെ മാനേജ് ചെയ്യാൻ പഠിച്ചിരിക്കുന്നു സംഭവം. എന്നാൽ തന്നെയും അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഷോപ്പിങ്ങിന് എല്ലാവരും നമ്മൾ നോക്കുമ്പോൾ ഈ അലാം വന്നാൽ തന്നെയും എല്ലാവരും നോക്കുക, പോക്കറ്റിൽ എടുത്ത് വയ്ക്കുക, ഷോപ്പിംഗ് നടത്തുക. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നീങ്ങുന്നത്. അല്ല, ഓൺലൈനിനെ ബാധിക്കുമെന്ന് പേടിയുണ്ടെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എൻ്റെ മകനൊക്കെ ചെറിയ ക്ലാസ്സിലെ ഓൺലൈനിൻ്റെ ഫേസിലൂടെ കടന്നു പോകുന്നതാണ്. ഏറ്റവും ചെറിയ, അതാണ് ഏറ്റവും ബേസിസ്. ആ കാലഘട്ടത്തിൽ കടന്നു പോകുന്ന ഒരു കുട്ടികളാണ്. പക്ഷേ ഇനിയിപ്പോൾ വരുന്ന കുട്ടികൾ പുതിയത് ആ ജനറേഷനിൽ വരുന്നവരുണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ എൻ്റെ മകൻ ഇപ്പോൾ 10ലോട്ടായി. അപ്പോൾ ആ മകൻ 10ലാവുമ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഇരിക്കുന്നതിൻ്റെ ഒരു ടെൻഷൻ ഇല്ലാതെ ഇല്ല. കാരണം അതൊരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനും ഓൺലൈൻ ഇരിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ആ കുട്ടികളുടെ. പിന്നെ ഈ കുട്ടികളും എനിക്ക് തോന്നുന്നത് എന്താ പറയുക, അവരും വളരെ യൂസ്ഡാണ്, അവർക്കും ഒരു ടെൻഷനും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇതെന്താ പറയുക, നാട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ അവർ ചോദിക്കും, അവർക്ക് ഓരോ ദിവസം നമ്മൾ വിളിച്ചിട്ട് അപ്ഡേറ്റ് കിട്ടിയില്ലെങ്കിൽ ഒരു വിഷമമാണ്. കാരണം ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ, മരിച്ചല്ലോ ന്യൂസുകൾ, നമ്മൾ കേൾക്കുന്നതിനേക്കാൾ മുമ്പേ അവരാണ് ന്യൂസിലൂടെ കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ അവരോട് പറയും ഇതുവരെ ഒന്നും നമ്മൾ അഫക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ധൈര്യം നമ്മൾ അവർക്ക് കൊടുക്കുകയാണ് ഇപ്പോൾ ഇതുവരെ. ആശങ്കകൾ തീർച്ചയായും ഉണ്ട്, അത് മറച്ചു വയ്ക്കാൻ സാധിക്കില്ല. പക്ഷേ ഇതും കടന്നു പോകും എന്ന് പറഞ്ഞ പോലെ ഈ ഒരു മോശം സമയവും എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. സൂചിപ്പിച്ച പോലെ തന്നെ ആശങ്കകളാണ് കൂടുതൽ. പലർക്കും സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്റ്റോക്ക് ചെയ്യുക, നമുക്കിനി മുന്നോട്ട് സാധനം കിട്ടാത്തൊരവസ്ഥ വരരുത് എന്ന് കരുതി ആവശ്യമില്ലാത്ത സാധനങ്ങളടക്കം സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. പിന്നെ പൊതുവേ റോ മെറ്റീരിയൽസ് കിട്ടാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് മാർക്കറ്റിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ തള്ളിക്കളയാൻ സാധിക്കില്ല. അപ്പോൾ അത് പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. പല കമ്പനികൾക്കും എക്സ്പോർട്ട് ഓർഡറുകൾ മിസ്സാവുന്നത് കൊണ്ട് ആ റോ മെറ്റീരിയൽ കിട്ടുന്നത് കൊണ്ടും ഇപ്പോൾ ഉള്ള കാലഘട്ടം നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഈ ഹോർമൂസ് കടലിടുക്കിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും പല പോർട്ടുകളിൽ അവർ ആക്രമിക്കുന്നത് കൊണ്ടും എല്ലാം ഉണ്ടാകുന്ന പ്രോബ്ലങ്ങളാണ്. അത് ആശങ്കയുടെ ഒരു വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. മക്കൾക്ക് മിക്സഡ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് കാണുന്നത്. കാരണം സ്കൂളുകളില്ല, അവർക്ക് ഒരു യുദ്ധം എന്ന് പറയുന്ന രീതിയിൽ അവർ ഫേസ് ചെയ്യുന്നില്ല. നമ്മൾ യുദ്ധത്തിൻ്റെ ഒരു രാജ്യത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും യുദ്ധം നമ്മൾ നേരിട്ട് ഒരു അനുഭവിക്കേണ്ട ഒരു രീതിയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ആശങ്കകളുണ്ട്, മക്കൾക്കും ഉണ്ട്. പിന്നെ സ്കൂളില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർ എപ്പോഴാണ് ബാക്ക് ടു റുട്ടീൻ ആവുക എന്നുള്ളത് അവർക്ക് അറിയില്ല, നമുക്കും അറിയില്ല. തീർച്ചയായിട്ടും നേരിട്ടുള്ള വിദ്യാഭ്യാസ രീതിക്കൊരു മാറ്റം വരിക എന്നുള്ളത് കുട്ടികളെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. നേരിട്ടുള്ള വിദ്യാഭ്യാസം ഓൺലൈനിലേക്ക് മാറുമ്പോൾ അവരുടെ ശ്രദ്ധയും സ്വാഭാവികമായിട്ട് കുറയും. തീർച്ചയായിട്ടും അവരുടെ പഠനത്തെ ബാധിക്കും. മാത്രമല്ല ഒരുപാട് മേഖലകളിൽ അവർക്കൊരു അശ്രദ്ധ കടന്നു വരുന്നതിനൊരു കാരണമായിട്ട് മാറുകയാണത്. അപ്പോൾ എത്രയും വേഗം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് തീർച്ചയായിട്ടും നമ്മുടെ പണ്ടത്തെ വിദ്യാഭ്യാസ രീതിയിലേക്ക് തന്നെ എത്തണം എന്നുള്ളത് തന്നെയാണ് ഒരു അധ്യാപിക എന്ന നിലയിലും ഒരു രക്ഷിതാവ് എന്ന നിലയിലും ഞാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന കാര്യം. കാരണം അവരുടെ ശ്രദ്ധയെ അത് ഒത്തിരി ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ എത്രയും വേഗം മാറും, വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് വരുമെന്ന് തന്നെ വിചാരിക്കുന്നു. നമുക്ക് എല്ലാ കാര്യങ്ങളും ഓൾറെഡി ഇത് അറിയാവുന്നത് കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് നമ്മൾ നേരിടുന്നില്ല. എങ്കിൽ പോലും കുട്ടികളെ നേരിട്ട് കാണാത്തതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. കാരണം അവരവിടെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാനും അവരെഴുതുന്നത് ഒരു ഭാഷാ അധ്യാപിക എന്ന നിലയിൽ എനിക്ക് തീർച്ചയായിട്ടും അവരുടെ അക്ഷരങ്ങളും അതുപോലെ അവരെഴുതുന്ന വാചകങ്ങളൊക്കെ നേരിട്ട് കാണാൻ പറ്റാതിരിക്കുന്നത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. തുടക്കത്തിൽ ഒരിത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളും ആയിരുന്നു. അവർ നേരിടാത്തൊരു അവസ്ഥ പെട്ടെന്ന് നേരിടുന്നതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഒത്തിരി പേര് അത് പേടിച്ച് നാട്ടിൽ പോയ കുറച്ച് പേരുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ അവർക്കൊരു സഹായകരമായിരുന്നെങ്കിലും പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ അത് ഒരിക്കലും കുട്ടികളെ സംബന്ധിച്ച് ഒട്ടും അനുകൂലമായിട്ടുള്ള ഒന്നല്ല. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടാണ് അതിനെ കാണുന്നത്. കാരണം ഇത്രയും കാലം ഞാനിവിടെ ഒരു 21 വർഷത്തോളമായി, 16 വർഷമായിട്ട് സ്വന്തം ബിസിനസ് ചെയ്യുകയാണ്. ഇത്രയും കാലത്തിൽ നമ്മൾ ഒരുപാട് അതിജീവനങ്ങൾ കടന്നുപോയിട്ടുണ്ട്. 2008 റിസഷൻസ്, പ്രളയം, കൊറോണ, അങ്ങനെ പലതും വന്ന് നമ്മൾ അതിജീവിച്ചിട്ടുള്ള ആൾക്കാരാണ്.
പക്ഷേ ഇവിടെ ഈ ഒരു സിനാരിയോയിൽ നമുക്ക് ഏറ്റവും സേഫസ്റ്റ് പ്ലേസ് ആയിട്ട് തോന്നണ ഒരു സമയം കൂടിയാണിത്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം ദുബായ് എന്ന് പറയുന്നത് ഒരു ലക്ഷറി ഹൈ ലൈഫ് സ്റ്റൈൽ ഫിനാൻഷ്യൽ ഹബ് എന്നുള്ളതായിരുന്നു. ഇന്ന് നമ്മളൊന്നും അറിയുന്നില്ലല്ലോ. ഏറ്റവും ജനജീവിതം ഇപ്പോഴും നിങ്ങൾ ഗൂഗിൾ മാപ്പോ അല്ലെങ്കിൽ വെയ്സിലോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ ട്രാഫിക് എവ്രിവെയർ. ഇവിടെ നോർമലാണ്. നാട്ടിലുള്ളവർക്കാണ് ഇവിടെ എന്തോ വലിയ സംഭവം സംഭവിക്കണമെന്നുള്ളത് തോന്നുന്നത്. ഈ ഇൻ്റർസെപ്ഷൻ കാണുമ്പോൾ ഈ രാജ്യം ഈസ് ഗ്രാജുവേറ്റിംഗ് ടു എ ഡിഫറെൻറ്റ് പ്ലേസ് അല്ലേ? ഇതൊരു രാജ്യമായി മാറുകയാണ് അല്ലേ? ഇത്രയും കാലം യുദ്ധം നമ്മൾ കാണാത്തൊരു സംഭവമാണ്. ഈ രാജ്യം അതിമനോഹരമായിട്ടാണ് അതിനെ ഹാൻഡിൽ ചെയ്യണത്, ഡിഫെൻഡ് ചെയ്യുന്നത് അല്ലേ? ഇത്രയും നന്നായിട്ട് ഒരു സാധാരണക്കാർക്ക് ഒന്നും അറിയുന്നില്ല. മൈ ബിസിനസ് ഇസ് ആസ് യൂഷ്വൽ. യെസ്, ഒരു ടെമ്പററി പോസ് ഉണ്ട്, ഒരു ആംബിഗ്വിറ്റി ഉണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അൺഫോൾഡ് ചെയ്യാൻ പോണേന്നുള്ളത്. ബട്ട് ദാറ്റ്സ് ഓക്കെ, വി ഹാവ് സീൻ ഇനഫ് ആൻഡ് ലൈഫ് ഹാസ് ടു മൂവ് ഓൺ. അങ്ങനൊരു കുട്ടികൾക്ക് അങ്ങനെ പരിഭവോ പരിഭ്രാന്തിയോ ഒന്നുമില്ല. അതിന് ഫസ്റ്റ് സല്യൂട്ട് ചെയ്യേണ്ടത് ഇവിടുത്തെ ഗവൺമെൻറ്റിനെയാണ്. ബിക്കോസ് ഇവിടെ റോഡുകൾ നോർമലാണ്, ട്രാഫിക് ഉണ്ട്, എല്ലാ കാര്യങ്ങളും യൂഷ്വലായിട്ട് നടക്കുകയാണ്. അവർക്കിപ്പോൾ ഓൺലൈൻ ആയിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഗെയിം കളിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. ഇവിടെ സൈറം വന്നു കഴിഞ്ഞാലും അത് പോക്കറ്റിലിട്ടിട്ട് നമ്മൾ നമ്മുടെ പണിയിലേക്ക് തിരിഞ്ഞു പോവുകയാണ്. ഇപ്പോൾ ഒരു യുദ്ധം വരുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, കുറേ പേര് വർക്ക് ഫ്രം ഹോമാണ്, വർക്ക് ഫ്രം ഓഫീസാണ്. എന്നിരുന്നാൽ പോലും സ്റ്റിൽ എനിക്ക് എൻ്റെ ഇമെയിൽസിൽ ഇതുവരെ ഒരു കുറവില്ല, ഫോൺ കോൾസിന് കുറവില്ല. ഐ എം ഗെറ്റിംഗ് കോൾസ് ഫ്രം ക്ലയൻറ്റ് സൈഡ്, സപ്ലയേഴ്സ് എവറി ടൈം. ഇപ്പോൾ ഈവൻ ഞാൻ സപ്ലയേഴ്സിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ദേ ആർ ടെലിങ് നോ, ഞങ്ങൾ ബിസിയാണ്, ഞങ്ങൾക്ക് ഇപ്പോൾ പറ്റില്ല. കാരണം ഈവൻ എന്താ പറയുക, അവർക്ക് അത്രയും എന്താ എൻക്വയറീസ് അല്ലെങ്കിൽ അത്രയും ഓർഡേഴ്സാണ് സ്റ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഐ ഡോണ്ട് തിങ്ക് അത് നമ്മളങ്ങനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ബട്ട് യെസ്, ഒരു ചെറിയൊരു സ്ലോ ആണ്. എന്നിരുന്നാൽ പോലും POs ആർ കമ്മിങ്, വർക്ക് നടക്കുന്നുണ്ട്, പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ പ്രൊഡക്ഷൻ സൈഡിൽ എനിക്ക് PO വന്ന് ഓൾറെഡി കിടക്കുന്ന ജോബുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സിക്യൂഷൻ ടൈമിൽ എനിക്ക് ഫേസ് ചെയ്തൊരു ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ റേറ്റ്സ് ഒക്കെ നമ്മൾ കോട്ട് ചെയ്ത സമയത്തേക്കാളും ലൈക്ക് 25% or 50% ഒക്കെ കൂടുതലാണ് ഇപ്പോൾ. അതൊരു ഡിഫിക്കൽട്ടിയാണ് നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഓൾ ടൈപ്പ് ഓഫ് റോ മെറ്റീരിയൽസ് ദേ ഹാവ് ഇൻക്രീസ് ദെയർ ചാർജസ്. സോ ദാറ്റ്സ് എ ഡിഫിക്കൽട്ടി. ബട്ട് എന്നിരുന്നാൽ പോലും ക്ലയൻറ്റ് സൈഡും ദേ ആർ ഓൾസോ ദേ നോ ദ സിറ്റുവേഷൻ ആൻഡ് ദേ ആർ റെഡി ടു നമുക്ക് ആ രീതിയിൽ അവർ നമ്മളെയും ഹെൽപ്പ് ചെയ്യാൻ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ റെഡിയാണ്. ഇപ്പോൾ ചില മെറ്റീരിയൽസൊക്കെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പെയിൻറ്റ്, ഇതൊക്കെ അവർക്ക് ഇപ്പോൾ സ്റ്റോക്ക് ഇല്ല. അവർക്ക് ഇപ്പോൾ ഇറ്റാലിയൻ പെയിൻറ്റ്സ് ഉണ്ട്, കുറേ ജർമ്മൻ പെയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അവർ പറയുന്ന ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ സപ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് സ്റ്റോക്ക് ഇല്ല. ദർ ആക്ച്വലി ടെലിങ് us ദാറ്റ് അവരുടെ ഫുൾ ഓർഡേഴ്സ് എല്ലാം അവർ ഹോൾഡ് ചെയ്തു എന്നും പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ഷിപ്മെൻ്റ് ഒരു പ്രശ്നമുള്ളതുകൊണ്ട് അവർ സം കൈൻഡ് ഓഫ് റോ മെറ്റീരിയൽസ് കിട്ടുന്നില്ല. അപ്പോൾ അതൊരു ഇഷ്യൂ ആണ്. അതും സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സൗദി തലസ്ഥാനമായ റിയാദിൽ ഈ സമയം അറബ് ഇസ്ലാമിക് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ പ്രത്യേക യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിന് ശേഷം സൗദിയുടെ വിദേശകാര്യമന്ത്രി നടത്തിയ വാക്കുകൾ, പ്രസ്താവന ഏറെ ശ്രദ്ധേയമായിരുന്നു. ഈ വാക്കുകളിലേക്ക്. And I think that's the clearest signal of how Iran feels about diplomacy. It doesn't believe in talking to its neighbors. It tries to pressure its neighbors. And what I can say categorically, that's not going to work. The kingdom is not going to succumb to pressure. And on the contrary, this pressure will backfire. Is that the attacks on my country and on my neighboring countries that are not involved in this conflict end. That's all I'm interested in. And we're going to use every lever we have, political, economic, diplomatic, and elsewise, to get these attacks to stop. That's what I care about.
ഗൾഫിലുള്ള പ്രവാസികളെക്കാൾ ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടായിരുന്നത് നാട്ടിലുള്ള കുടുംബാംഗങ്ങൾക്കായിരുന്നു. അവർ പ്രവാസികളോട്, അവരുടെ മക്കളോട്, പേരക്കുട്ടികളോടൊക്കെ എത്രയും വേഗം നാട്ടിലേക്ക് തിരിച്ചു വരാനൊക്കെ ആവശ്യപ്പെടുന്ന കാഴ്ചകൾ നമുക്ക് കാണാമായിരുന്നു. എന്നാൽ അതിനു മുമ്പിലൊന്നും പ്രവാസികൾ പതറിപ്പോയില്ല. അത് പ്രധാന കാരണം ഈ ഭരണാധികാരികളുടെ, പ്രത്യേകിച്ച് ഇവിടുത്തെ സൈന്യത്തിൻ്റെ എല്ലാം പ്രതിരോധവും ആത്മവിശ്വാസം പകരുന്ന പ്രവർത്തനങ്ങളുമായിരുന്നു. ഈ റിപ്പോർട്ട് കാണാം. ആദ്യത്തെ ഒരാഴ്ച എന്ന് പറയുന്ന ദിവസം, ആ ഫസ്റ്റ് വീക്കെൻഡ്, നമ്മളൊരു ഫ്രൈഡേ തേഴ്സ്ഡേയോ മറ്റോ ആണ് തുടങ്ങിയത്. ആ ഒരു വീക്കെൻഡ്, ഒരു സാറ്റർഡേ, ആ ഒരു വീക്കെൻഡ് ഒത്തിരി പേര് നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് നിങ്ങൾ തിരിച്ചു വന്നോളൂ എന്ന് പറഞ്ഞവരുണ്ട്. അപ്പം പാരൻസ് ആണെങ്കിലൊക്കെ അത്രയും അവർ ടെൻസ്ഡ് ആയിരുന്നു. അതിന് ഒരു പരിധി വരെ, പക്ഷെ അത്രയും ടെൻഷൻ അന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല. നമ്മൾ റേഡിയോ വെക്കുമ്പോൾ അല്ലെങ്കിൽ ടി വി വെക്കുമ്പോഴാണ് ഇതിങ്ങനെ വളരെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ടത് നാട്ടിലൊരു വാർത്ത അവർ പ്രസൻറ്റ് ചെയ്യുകയാണില്ല നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതിങ്ങനെ റിപ്പീറ്റഡ്ലി ഭയങ്കരമായിട്ട് കേൾക്കുമ്പം നമ്മൾ തന്നെ അവസാനം ചാനൽ മാറ്റിപ്പോകും. കാരണം ഇല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ബോംബ് വീണ് നമ്മൾ ഫുൾ രാജ്യം പോയി എന്നുള്ളൊരു ചിന്ത നമ്മൾക്ക് ആ വീഡിയോ കാണുമ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 1, 2, 3 മണിക്കൂറുകൾ കൂടുമ്പം ജസ്റ്റ് ഒന്ന് ഹെഡ്ലൈൻസ് എന്താണ് ഇപ്പോൾ സംഭവിക്കണമെന്ന് കേൾക്കാൻ വേണ്ടി മാത്രം വെക്കുന്നൊരു സാഹചര്യമായി. 100% ഇവിടുത്തെ മീഡിയാസ് കൊടുക്കുന്ന റിപ്പോർട്ട് കറക്റ്റാണോ എന്നൊന്നും എനിക്കിപ്പോഴും അറിയില്ല. പക്ഷേ വാർത്തകൾ എപ്പോഴും ചിലപ്പം സത്യമാവണമെന്നുമില്ല. പക്ഷേ അത്രയ്ക്ക് രൂക്ഷമല്ല. ലൈഫ് ഇസ് സ്റ്റിൽ ഗോയിങ് ഓൺ. അങ്ങനെ വലിയ നമ്മൾ വഴിമുട്ടി നിൽക്കുന്നില്ല ഇവിടെ. കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷെ അത് പാസ് ഓൺ ചെയ്യുമായിരിക്കും. അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വിളിച്ച് ചോദിക്കും സേഫ് ആണോ. നമ്മുടെ കുറേ പരിചയമില്ലാത്ത, അതായത് കോണ്ടാക്ട് ഇല്ലാത്ത ഫ്രണ്ട്സൊക്കെ ചോദിക്കുക സേഫ് ആണോ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ അറ്റ്മോസ്ഫിയർ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്ര ടെൻഷനൊന്നും വന്നിട്ടില്ല. പക്ഷേ ഈ വർക്ക് പോകുന്ന അതെല്ലാം ആലോചിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു. അമ്മയൊക്കെ എത്രയും പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യ്, ഹസ്ബൻഡിനോട് പറയും വേഗം ബുക്ക് ചെയ്യും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീവ് അങ്ങനെ തരില്ലല്ലോ. ഇവിടുത്തെ സാഹചര്യം നമുക്കല്ലേ അറിയുള്ളൂ. നമുക്ക് ഓടിപ്പോണ്ട സിറ്റുവേഷൻ ആണോ അല്ലയോ നമുക്കേ അറിയൂ. പക്ഷെ നാട്ടിൽ നോക്കുമ്പോൾ എന്താ, യുദ്ധം നടക്കുന്നു, ബോംബ് വീഴുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ പിന്നെ ഡ്രോൺ വീഴുന്നുണ്ട്, പരിക്ക് പറ്റുന്ന ന്യൂസ് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് വാ, ഇവിടെ നമുക്ക് സേഫായി നിൽക്കാന്നുള്ള ചിന്തയാണ്. എൻ്റെ കസിൻ ബഹ്റൈനിലുണ്ട്. അവള് ഇടയ്ക്ക് എന്നും രാവിലെ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കും ചേച്ചി അവിടെ സേഫ് ആണോ എന്ന്. അപ്പം എനിക്ക് തിരിച്ച് അവൾക്ക് എപ്പോഴും റിപ്ലൈ ചെയ്യാനുള്ളത് ഇവിടെ ഞങ്ങൾ സേഫാണ്. പക്ഷെ അവളുടെ തിരിച്ച് റിപ്ലൈ വരാറുള്ളത് ചേച്ചി ഇവിടെ തൃശ്ശൂർ പൂരം പോലത്തെ വെടിക്കെട്ടാണ് അവിടെ നടന്നുകൊണ്ടിരിക്കണേന്ന്. അത് കമ്പയർ ചെയ്യുമ്പോൾ വി ആർ ഇൻ ദ സേഫസ്റ്റ് പ്ലേസ് എന്നുള്ള ഒരു അഷ്യൂറൻസ് ആണ് നമുക്കുള്ളത്. പാരൻസിനെ വിളിക്കുമ്പം അവർ പറയും തിരിച്ച് വായോ, നാട്ടിലേക്ക് വായോ. ബട്ട് ദെൻ വി ഫീൽ ദാറ്റ് വി ആർ സേഫ് ഹിയർ ആൻഡ് വി ആർ നോട്ട് എക്സ്പാറ്റ്സ്, വി ഓൾ ആർ എമിറാത്തീസ് ഹിയർ. മലയാളികൾ ഉൾപ്പെടെയുള്ള ഓരോ പ്രവാസികളെയും അത്രയ്ക്ക് ധൈര്യത്തോടെ, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന നാടാണ് ഗൾഫ് നാടുകൾ. ഈ കർമ്മഭൂമി അതിനാൽ പ്രവാസികൾക്ക് 2ാം വീടാണ്. അതിനാൽ സ്വന്തം വീടിനേൽക്കുന്ന വേദന പോലെയാണ് ഈ നാടിനേൽക്കുന്ന ഓരോ പോറലും. അതിനാൽ ഈ പ്രതിസന്ധിയെല്ലാം നമ്മൾ തരണം ചെയ്യുമെന്ന് ഉറപ്പാണ്. ഈ കാലവും നമ്മൾ കടന്നുപോകും. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Middle East this week. Costume courtesy by Alan Soli Shirts.